ആരെ കണ്ടാലും അവരുമായിട്ടുള്ള ബന്ധത്തിന് നയതന്ത്രത്തിന്റെ പേരും പറഞ്ഞ് അവരുടെ തോളിൽ കൈയിടുന്ന നരേന്ദ്രമോദിയുടെ നയം അത്രയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേർ ഭാരതത്തിലുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്കിടയിലുമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, ആശയങ്ങൾ രൂപീകരിക്കുന്നതിൽ, എങ്ങനെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നതിലൊക്കെ വളരെയധികം കൃത്യത കൈവരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കൃത്യത അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മ്യാൻമാർ പ്രസിഡന്റ് മിൻ ഓങ് ലെയിങ്ങിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ നീക്കത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ നീക്കത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ചൈനയാണ്. ചൈനയെ വിട്ട് മ്യാൻമാർ ഇന്ത്യയോട് അടുക്കുന്നു എന്ന് മാത്രമല്ല, മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ വിഘടനവാദ സംഘടനകൾക്ക് മ്യാൻമാർ അതിർത്തി വഴി ആയുധങ്ങൾ എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യവും നമ്മുടെ തലൈവർക്കുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഒരു പട്ടാള ഭരണത്തിന്റെ പ്രസിഡന്റിനെ ഭാരതം എന്തിനാണ് ഇത്രയും ഹൈപ്പ് കൊടുത്ത് വരവേൽക്കുന്നത് എന്ന രീതിയിൽ ചില വിമർശനങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയും നരേന്ദ്രമോദിയും കാര്യമാക്കുന്നില്ല. കാരണം ഇന്ത്യക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യക്ക് മണിപ്പൂരിനെയും മിസോറാമിനെയും അരുണാചൽ പ്രദേശിനെയും വിഘടനവാദത്തിൽ നിന്നും മുക്തമാക്കിയേ തീരും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ചാരസംഘടനയായ CIA ബന്ധമുള്ള മാത്യു വാൻ ഡൈക്ക് എന്ന അമേരിക്കൻ പട്ടാളക്കാരനെ കൊൽക്കത്തയിൽ NIA അറസ്റ്റ് ചെയ്തു. ഇയാൾ മ്യാൻമറിൽ എന്താണ് ചെയ്തത്? ഇന്ത്യയിൽ നിന്നുള്ള വിഘടനവാദികൾക്ക് ആയുധ പരിശീലനം നൽകി, ഡ്രോൺ പരിശീലനം നൽകി. അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞ വിവരങ്ങളാണ്. ഇതോടെയാണ് മ്യാൻമാറിനെ കയ്യിലെടുത്ത് 1643 കിലോമീറ്റർ ദൂരമുള്ള ഇന്ത്യ മ്യാൻമാർ അതിർത്തി കൂടുതൽ കൊട്ടിയടയ്ക്കാൻ നീക്കങ്ങൾ നരേന്ദ്രമോദി ആരംഭിച്ചിരിക്കുന്നത്. മണിപ്പൂരിലേക്കും മിസോറാമിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ആയുധങ്ങൾ എത്തുന്നത് മ്യാൻമാർ അതിർത്തി വഴിയാണ്. ഇവിടുത്തെ വിഘടനവാദികൾ മ്യാൻമാറിൽ പോയാണ് ആധുനിക ആയുധങ്ങളിൽ പരിശീലനം തേടി തിരിച്ചെത്തുന്നത്. ഇത് തടയാതെ മണിപ്പൂർ പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം മോദിയുടെ കയ്യിലുണ്ട്. മാത്രമല്ല, സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന തരം അതിശക്തമായ ആയുധങ്ങളാണ് മണിപ്പൂരിലെ വിഘടനവാദികൾ ഉപയോഗിക്കുന്നത്. ഇത് അവിടുത്തെ ക്രമസമാധാന പാലനം കൂടുതൽ ദുഷ്കരമാക്കുന്നു. മാത്രമല്ല, ചൈനയുമായി ഒരുപാട് കാലത്തെ ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് മ്യാൻമാർ. ചൈനയുടെ രീതികൾ ശരിയല്ല, ചൈനയുടെ ഒരു ദുഷ്ടലാക്ക് മനസ്സിലാക്കിയതോടെ അവർ ചൈനയിൽ നിന്നും വിട്ടു തുടങ്ങുകയാണ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ വിശ്വസിക്കാം, ഇന്ത്യയെ കൂടെ നിർത്താം, ഇന്ത്യ കൂടെ നിർത്തുന്നത് എക്കാലവും സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കി അവർ ഇന്ത്യയുമായി അടുക്കുന്നത്. ഇന്ത്യയിലെ ഭീകരവാദത്തെ വളർത്തുക, മ്യാൻമാറിനെ പൊളിച്ചൊടുക്കി അവിടെ ചൈനയുടെ വ്യവസായം വളർത്തുക, ഇതൊക്കെയാണ് ചൈനയുടെ ഗൂഢലക്ഷ്യമെന്ന് മ്യാൻമാർ മനസ്സിലാക്കി കഴിഞ്ഞു. തുറന്ന മനസ്സോടെ ഇന്ത്യയുമായി ശക്തമായ ബന്ധത്തിന് ഒരുങ്ങി തന്നെയാണ് മ്യാൻമാർ പ്രസിഡന്റ് മിൻ ഓങ് ലയിങ് എത്തിയത്. എന്തായാലും ഇതിനെ ശക്തമായ രീതിയിൽ ഇന്ത്യക്ക് അനുകൂലമാക്കാൻ തന്നെയുള്ള തയ്യാറെടുപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പഴികേട്ടത് ഒരു പക്ഷേ മണിപ്പൂർ വിഷയത്തിലായിരിക്കും. മറ്റേത് വിഷയങ്ങളും വരുമ്പോഴും അതിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്, കൂടുതൽ സപ്പോർട്ട് പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ മണിപ്പൂർ വിഷയത്തിൽ മാത്രം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ പഴികേട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം മണിപ്പൂർ വിഷയത്തിൽ ഇത്രമാത്രം ഉദാസീനത കാണിക്കുന്നത് എന്ന് പോലും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ആ വിഷയത്തിൽ എന്നുള്ളത് രാജ്യത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെതായ സമയങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്നത്. ഇനിയും പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവർ അറിയുക, നയതന്ത്രം എന്ന് പറയുന്നത് ചില്ലറക്കളിയല്ല. ആലോചിച്ചും കണ്ടും എന്താകുമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തും അല്ലെങ്കിൽ എന്താകണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തും കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ് ഒരു രാജ്യത്തിന്റെ നയതന്ത്രം എന്ന് പറയുന്നത്. അത് എക്കാലവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.